ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين رب العالمين. പ്രിയപ്പെട്ട സത്വിശ്വാസി, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ അടുത്ത ബാബു അന്നഹി അൻ സബ്ബിദ്ദീഹ്, കാറ്റിനെ ചീത്ത പറയുന്നത്, ചീത്ത വിളിക്കുന്നത്, അത് വിരോധിച്ചുകൊണ്ടുള്ള തലക്കെട്ടിലുള്ള ബാബാണ്. കാറ്റിനെ ചീത്ത വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്, അത് വിരോധിച്ചിട്ടുകൊണ്ടുള്ളത്. ഈ ബാബിൽ ഒരു ഹദീസാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. അൻ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ തസുബ്ബു الريح فإذا رأيتم ما تكرهون فقولوا اللهم إنا نسألك من خير هذه الريح وخير ما فيها وخير ما أمرت به ونعوذ بك من شر هذه الريح وشر ما فيها وشر ما أمرت به. صححه الترمذي. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സയ്യിദുൽ ഖുറാകളുടെ നേതാവായിട്ടുള്ള, അഥവാ ഖുർആൻ പാരായണത്തിലും ഖുർആൻ ഹിഫ്ദിലുമെല്ലാം അങ്ങേയറ്റത്തെ അറിവുള്ള സഹാബിയായിരുന്നു ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൂറത്തുൽ ബയ്യിന ഉബൈന് പാരായണം ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ള സഹാബിയാണ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അഖബ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല എല്ലാ യുദ്ധത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തിട്ടുള്ള സഹാബിയാണ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ലാ തസുബ്ബു الريح, നിങ്ങൾ കാറ്റിനെ ചീത്ത പറയരുത്, കാറ്റിനെ ചീത്ത പറയരുത്. ഫഇദാ റഅയ്തും മാ തക്റഹൂൻ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വെറുക്കുന്ന ഒന്ന് ആ കാറ്റ് കൊണ്ട് ഉണ്ടാവുകയാണ് എങ്കിൽ, അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ, ഫഖൂലു, നിങ്ങൾ പറയുക, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി ഹാദിഹി الريح, അല്ലാഹുവേ ഈ കാറ്റിന്റെ ഖൈറിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഖൈരി മാ ഫീഹാ, ഈ കാറ്റിലുള്ള ഖൈറിനെ നിന്നോട് ചോദിക്കുന്നു. വഖൈരി മാ ഉമിറത് ബിഹി, ഇതെന്തുകൊണ്ടാണോ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ ഖൈറിനെയും ചോദിക്കുന്നു. വനഊദു ബിക മിൻ ശർരി ഹാദിഹി الريح, ഈ കാറ്റിന്റെ ഷർറിൽ നിന്ന് ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു. വശർരി മാ ഫീഹ, അതിലുള്ള ഷർറിനെ തൊട്ടും. വശർരി മാ ഉമിറത് ബിഹി, അത് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഷർറിനെ തൊട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ബാബുമായി ബന്ധപ്പെട്ട ആ ബാബിന്റെ തലക്കെട്ടിന്റെ ഏറ്റവും അതേ വാക്ക് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും വന്നിട്ടുള്ളത്, ലാ തസുബ്ബു الريح, കാറ്റിനെ നിങ്ങൾ ചീത്ത പറയരുത് എന്നുള്ളത്. ഇവിടെ ഇതിന്റെ എല്ലാം ഉദ്ദേശം, ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, ഇതുപോലെയുള്ള കുറച്ചു മുമ്പത്തെ ബാബിൽ ദഹറിനെ, കാലത്തെ ചീത്ത പറയരുത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കാറ്റിനെ ചീത്ത പറയരുത്. ഇതിന്റെ എല്ലാം പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഒരു കാറ്റ് ഇന്ന സ്ഥലത്ത് അടിക്കണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ അതുണ്ടായിരിക്കണം, അത് ഇന്ന നാശനഷ്ടങ്ങൾ അവിടെ വരുത്തണം, അല്ലെങ്കിൽ ഇന്ന നേട്ടങ്ങൾ അവിടെ ആളുകൾക്ക് അതിൽ നിന്നുണ്ടാക്കണം, അതെല്ലാം തീരുമാനിക്കുന്ന ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് അതിന്റെ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അല്ലാതെ ചില ആളുകൾ പറയുന്നത് പോലെ പ്രകൃതിയുടെ മാത്രം എന്തെങ്കിലും സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂനമർദ്ദം കൊണ്ട് മാത്രമോ അല്ല. അത് ഭൗതികമായ ചില കാരണങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ വിശ്വാസം എന്താണ്? എല്ലാ കാര്യവും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ഒരു കാറ്റ് വീശുന്നതും അത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു കാറ്റടിച്ച് വീശുമ്പോൾ ചിലപ്പോൾ ചില നഷ്ടങ്ങൾ മനുഷ്യർക്ക് സംഭവിക്കാം. സ്വാഭാവികമായിട്ടും അവന്റെ സ്വത്തോ സമ്പത്തോ അല്ലെങ്കിൽ ജീവനോ അല്ലെങ്കിൽ അവന്റെ പ്രിയപ്പെട്ടവരുടെ ജീവനോ അങ്ങനെ പലതും സംഭവിക്കാവുന്ന ഒരു മേഖലയാണത്. പക്ഷേ അതിനെ ചീത്ത പറയുന്ന ഈ നശിച്ച കാറ്റ് അല്ലെങ്കിൽ ഏത് കാര്യമാവട്ടെ, സമയത്തെ പറയുന്ന പോലെ തന്നെ
അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള ഏതൊരു കാര്യത്തിനെയും ചീത്ത വിളിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അതിനെ നിയന്ത്രിക്കുന്ന, അതിനെ സൃഷ്ടിച്ച, അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ ചീത്ത വിളിക്കുന്ന പോലെയാണ്, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ചീത്ത വിളിക്കുന്ന പോലെയാണ്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ അതിനുകൊണ്ടുണ്ടാകുന്ന, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഉണ്ടാകുന്നതിന്റെ പേരിൽ അതിനെ ചീത്ത വിളിക്കുക എന്നുള്ളത് ആ ഇനത്തിൽപ്പെടും. അതാണ് ഇതിന്റെ എല്ലാം ആകത്തുക. പിന്നെ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പറഞ്ഞു, ഇതുപോലെയുള്ള കാറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ദുആ ആയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി ഹാദിഹി റീഹ്, ഈ കാറ്റിന്റെ ഖൈറിനെ അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രീതി പറഞ്ഞാൽ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് ഒരു ഹദീസിൽ, ആകാശം കറുത്തിരുണ്ട് കാർമേഘങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴ പെയ്യാൻ പോവുകയാണെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ കാറ്റടിച്ച് വീശുന്നത് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് അതിന്റെ ഭാവമാറ്റം കാണുമായിരുന്നു. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കും, റസൂലെ, ആളുകൾക്കൊക്കെ സന്തോഷമാണ്, മഴ പെയ്യാൻ പോവുകയാണല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് അവിടെ ആളുകൾ നിൽക്കുന്നത്, എന്താ നിങ്ങളുടെ മുഖത്ത് മാത്രം ഇങ്ങനെ ഒരു ഭയപ്പാട് കാണുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇതുപോലെയുള്ള കാറ്റുകൊണ്ടും മറ്റും നശിപ്പിക്കപ്പെട്ട സമൂഹങ്ങൾ ഈ കാർമേഘങ്ങളൊക്കെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് എന്താണ്? അത് നമുക്ക് മഴ പെയ്യാൻ പോകുന്ന കാർമേഘം വന്നിട്ടുണ്ട് എന്ന് സന്തോഷിക്കുകയാണ് അവർ ചെയ്തത്. പക്ഷെ എന്തായിരുന്നു? അവരുടെ മേലെയുള്ള ശിക്ഷയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ കാറ്റ് അടിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്, ഇതിന്റെ ഖൈറിനെ അള്ളാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതുകൊണ്ട് പല ഖൈറുണ്ടാവും, ധാരാളം ഖൈറുകൾ ഉണ്ടാവും. ഓരോ കാര്യത്തിനും അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ചില കാരണങ്ങളുണ്ട് ദുനിയാവിൽ. ഒരു വസ്തുവിന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിലും നിരർത്ഥകമായ ഒരു കാര്യമില്ല. ഏതൊരു വസ്തുവിന്റെ സൃഷ്ടിപ്പിന്റെ പിന്നിലും ഒരു ഉദ്ദേശം ഉണ്ടാവും. അപ്പൊ അതിന്റെ ഖൈറിനെ നിന്നോട് ചോദിക്കുന്നു, അതിനകത്തുള്ള ഖൈറിനെയും അത് എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടുള്ള എല്ലാ ഖൈറിനെയും, അതുപോലെ തന്നെ അത് ഷർറിനെ തൊട്ടുള്ള രക്ഷയും തേടാൻ പറഞ്ഞു. വനഊദു ബിക മിൻ ശർരി ഹാദിഹി റീഹ് വശർരി മാ ഫീഹാ വശർരി മാ ഉമിറത് ബിഹി, ഇതിന്റെ ഷർറും ഇതിന്റെ അകത്തുള്ള ഷർറും ഇത് കൽപ്പിക്കപ്പെട്ടുകൊണ്ടുണ്ടാകുന്ന ഷർറുകളും അതിൽ നിന്നെല്ലാം രക്ഷ തേടുന്നു എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക ഉണ്ടായി. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഇതിന്റെ ഉദ്ദേശം അതിനെ നിയന്ത്രിക്കുന്ന നിയന്താവായ അള്ളാഹുവിനെ ചീത്ത വിളിക്കലാണ് യഥാർത്ഥത്തിൽ ഈ കാറ്റിനെയും കാലത്തെയും ഇനി അതിനപ്പുറത്തേക്ക് മഴയാകട്ടെ ഏത് കാര്യത്തിനെയും ചീത്ത വിളിക്കുന്നതിന്റെ ആകത്തുക. അതുകൊണ്ടാണ് അതിനെ വിരോധിച്ചിട്ടുള്ളത്. ഇനി ഈ ബാബിന്റെ ഇമാം സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഖൗലു സദീദിൽ കൊടുത്തിട്ടുള്ള ശർഹ് വായിക്കാം. ബാബു അൻ-നഹി അൻ സബ്ബിർ റീഹ് വഹാദാ നദീറുൻ മാ സബഖ ഫീ സബ്ബിദ് ദഹർ. ഇത് നേരത്തെ കഴിഞ്ഞു പോയ ഒരു ബാബുണ്ടായിരുന്നു, കാലത്തെ ചീത്ത വിളിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അതിനോട് സാമ്യതയുള്ള, അതിനെ തന്നെ അറിയിക്കുന്ന, അതുപോലത്തെ കാര്യത്തെ അറിയിക്കുന്ന ബാബാണ്. ഇല്ല അന്ന ദാലികൽ ബാബ് ആമുൻ ഫീ സബ്ബി ജമീഇൽ ഹവാദിസിദ് ദഹർ. എന്നാൽ കാലത്തെ ചീത്ത വിളിക്കുക എന്നതുകൊണ്ട് ഒരു സമയത്ത് നടക്കുന്ന ഏത് കാര്യവും, ഒരു സമയത്ത് നടക്കുമ്പോൾ ആ സമയത്ത് കാറ്റാവട്ടെ മഴയാവട്ടെ എന്താവട്ടെ ആ സമയത്തെ പറയുമ്പോൾ എല്ലാം ഉൾക്കൊണ്ടു. എന്നാൽ ഈ ബാബ് കാറ്റിനെ മാത്രം പ്രത്യേകമാക്കി. വഹാദാ ഖാസും ബിർരീഹ്, ഈ ഒരു ബാബ് കാറ്റിനെ മാത്രം പ്രത്യേകിച്ച് വന്നാണ്. കാരണം നബി ഹദീസിൽ പ്രത്യേകം അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട്. ومع تحريمه فإنه حمق وضعف في العقل والرأي. കാരണം ഇത് നിഷിദ്ധമാണ് എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതൊരു വിഡ്ഢിത്തമാണ്. അതുപോലെ തന്നെ ഒരാളുടെ ബുദ്ധിയിലുള്ള കുറവാണ്, അവന്റെ അവഗാഹത്തിലുള്ള കുറവാണ് ഈ കാറ്റോ അതുപോലുള്ള കാര്യങ്ങളെ ചീത്ത വിളിക്കുക എന്നുള്ളത്. ഫഇന്ന റീഹ, കാരണം കാറ്റ് എന്നുള്ളത് മുസറഫത്തുൻ മുദബ്ബറത്തുൻ ബിതദ്ബീരില്ലാഹി വതസ്ഖീരിഹി, അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലും അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിൽ മാറി മാറി സംഭവിക്കുന്ന പൂർണ്ണമായ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. ഫസ്സാബു ലഹാ യഖഉ സബ്ബുഹു അലാ മൻ സറഫഹാ, യഥാർത്ഥത്തിൽ ആ കാറ്റിനെ ചീത്ത വിളിക്കുന്നവൻ അവന്റെ ആ ആക്ഷേപവും ചീത്തയും ആരെയാണ് അവൻ വിളിക്കുന്നത്? ആരാണോ അതിനെ കൺട്രോൾ ചെയ്യുന്നത്, ആരാണോ അതിനെ മാറ്റിമറിക്കുന്നത് അവനെയാണ് ചീത്ത വിളിക്കുന്നത്. അതായത് കാറ്റിനെയോ കാലത്തെയോ എല്ലാം ഒരാൾ ചീത്ത വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ വിളിക്കുന്നത് പോലെയാണ്. നഊദു ബില്ലാഹ്. അതുകൊണ്ടാണ് ഇതിന്റെ ഗൗരവം. വലൗല അന്നൽ മുതകല്ലിമ യസുബ്ബു റീഹ ലാ യഖ്തുറു ഹാദൽ മഅന. ഇനി ഒരാൾ പറയാണ്, ഞാൻ കാറ്റിനെ ചീത്ത വിളിക്കുമ്പോൾ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, അള്ളാഹിനെ ചീത്ത വിളിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് പറയാണ്. ഫീ ഖൽബിഹി ഗാലിബൻ, അവൻ പറയാണ് ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത്.
എന്നാൽ ലകാനൽ അംറു അഫ്ബഅ മിൻ ദാലിക്, അങ്ങനെയാണ് അവൻ പറയുന്നത് ഈ കാര്യം അതിനേക്കാൾ മോശമാണ്. ഒരാൾ പറയാണ്, ഒരാൾ കാറ്റിനെ നല്ല ചീത്ത വിളിക്കുകയാണ്, എന്നിട്ട് പറയാണ് ഞാൻ കാറ്റിനെ ചീത്ത വിളിക്കുമ്പോൾ അള്ളാഹിനെ ചീത്ത വിളിക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല എന്ന് ഒരാൾക്ക് തോന്നുകയാണ് എങ്കിൽ അത് വളരെ മോശപ്പെട്ടൊരവസ്ഥയാണ്. കാരണം വലാകിൻ ലാ യകാദു യഖ്തുർ ബിഖൽബി മുസ്ലിമിൻ, ഒരു മുസ്ലിമിന്റെ ഖൽബ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങനെ ചിന്തിക്കാൻ പറ്റൂല. അതായത് കാറ്റിനെ ചീത്ത വിളിച്ചിട്ട് ആ ചീത്ത വിളി അതിനെ അയച്ച ഒരാളെ അല്ല എന്നവൻ പറയുകയാണെങ്കിൽ ഒരു മുസ്ലിമിന്റെ ഖൽബ്, ഒരു മുസ്ലിമിന്റെ വിശ്വാസം എന്താണ്, കാറ്റ് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് വരുന്നതെന്നാണ്. എന്നിട്ട് അതിനെ ഒരാൾ ചീത്ത വിളിച്ചിട്ട് അയാൾ പറയാണ് ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ കാറ്റിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അതെന്താണ്, ഒരു മുസ്ലിമിന്റെ ഖൽബ് കൊണ്ട് അതിനൊരിക്കലും സംഭവിക്കൂല. അത് ഏറ്റവും മോശപ്പെട്ട ഒരു വാദമാണ്. ഞാൻ കാറ്റിനെ ചീത്ത വിളിച്ചു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നത് അതിനേക്കാൾ മോശപ്പെട്ട ഒരവസ്ഥയാണ്. കാരണം ഒരിക്കലും അങ്ങനെ ഉണ്ടാവൂല. സ്വാഭാവികമായിട്ടും അതെ, കാറ്റിനെ ചീത്ത പറഞ്ഞ അയാൾ പറയാണ് ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല പറഞ്ഞാൽ കാറ്റിനെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹു ആണെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റുക? അതുകൊണ്ട് തന്നെ അത് അപകടം നിറഞ്ഞ വാക്കാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് കാര്യവും, ഇപ്പൊ കാറ്റിന്റെ വിഷയത്തിലും സമയത്തിന്റെ വിഷയത്തിലും പ്രത്യേകമായി വന്നിട്ടുണ്ട് എങ്കിലും അതല്ലാത്ത എന്ത് കാര്യമാവട്ടെ, ഇപ്പൊ മഴയാവട്ടെ വെയിലാവട്ടെ, അങ്ങനെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള എന്ത് കാര്യവുമാവട്ടെ അതിനെ ആക്ഷേപിക്കുക, ചീത്ത വിളിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അടുത്ത ബാബ് ഖൗലില്ലാഹി തആല يظنون بالله غير الحق ظن الجاهلية يقولون هل لنا من الأمر من شيء قل إن الأمر كله لله. സൂറത്ത് ആൽ ഇംറാനിലെ 154-ാമത്തെ ആയത്താണ്. ഒരു ബാബ് മുമ്പ് ലവ് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ബാബിൽ ഈ ആയത്തിന്റെ ബാക്കി ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബാബ് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വന്നാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത. ഒരാൾ അള്ളാഹുവിനെ കുറിച്ച് എന്താണ് കരുതേണ്ടത്, എങ്ങനെയാണ് കരുതേണ്ടത് എന്നതാണ് ഈ ബാബിലെ പ്രധാനപ്പെട്ട വിഷയം. അള്ളാഹുവിനെ കുറിച്ച് ഹുസ്നുദ്ദന്ന് എന്നുള്ളത് ഒരു മുസ്ലിമിന് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത ഉണ്ടാവുക എന്നുള്ളത്. എന്നാൽ മോശപ്പെട്ട ചിന്ത, അള്ളാഹു അവന്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുമോ, അല്ലെങ്കിൽ അവന്റെ ദീനിനെ സഹായിക്കുമോ, ഇല്ല സഹായിക്കില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചിന്ത എന്നുള്ളത് സൂഉബ്ബൻ, മോശപ്പെട്ട ഊഹത്തിൽ ചിന്തയിൽപ്പെട്ടതാണ്. അങ്ങനെ ഒരു കാര്യം ഒരു മുസ്ലിമിന് പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനോട് അടുത്തുള്ള അല്ലെങ്കിൽ അവസാന സമയത്ത് പറഞ്ഞ സംഭവങ്ങളിൽ, ഹദീസുകളിൽ ഈ ഒരു കാര്യം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാളും അള്ളാഹുവിനെ കുറിച്ച് നല്ല വന്നിലല്ലാതെ, ചിന്തയിലല്ലാതെ മരണപ്പെടരുത് എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് കാണാം. അതുപോലെ തന്നെ ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അന ഇൻദ ദന്നി അബ്ദി ബി, എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ കരുതുന്നത് അതുപോലെയായിരിക്കും ഞാൻ അവനുണ്ടാവുക. അവന്റെ പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന നിലക്കാണെങ്കിൽ അവന് പുറത്തു കൊടുക്കാൻ അവിടെ ഉണ്ടാകും. അവന്റെ പാപങ്ങളെ ശിക്ഷിക്കുന്നതിൽ നിന്ന് അല്ലാഹു തആല ശിക്ഷ വിട്ടുവീഴ്ച ചെയ്തു തരും എന്ന് ചിന്തിക്കുന്നവനാണെങ്കിൽ അങ്ങനെ അല്ലാഹു ഉണ്ടാകും. അതുപോലെ തന്നെ അവനെ സഹായിക്കാൻ അള്ളാഹു ഉണ്ടാകും. എന്താണോ അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വെക്കുന്നത് അതിനനുസരിച്ച് അള്ളാഹു അവനോടുണ്ടാകും എന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഈ ബാബിൽ പറയുന്നത് മുനാഫിഖീങ്ങൾ, അവർ മുസ്ലിമീങ്ങൾ യുദ്ധത്തിനും മറ്റുമെല്ലാം പോകുന്ന സന്ദർഭത്തിൽ ലവ് എന്ന വാക്ക് ഉപയോഗിച്ചതുപോലെ തന്നെ അവർ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും മോശപ്പെട്ട ചിന്ത വെച്ച് പുലർത്തിയിരുന്ന ആളുകളായിരുന്നു. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കില്ല, മുസ്ലിമീങ്ങളെ സഹായിക്കില്ല, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ സഹായിക്കില്ല, ഈ ദീനിന് വിജയം നൽകില്ല, ഇവർക്ക് തോൽവിയായിരിക്കും ഉണ്ടാവുക, ഇവർ ഇങ്ങനെ നശിച്ചു പോകും, ഇങ്ങനെ തോൽവിയോടുകൂടി അവർ ഇല്ലാതാകും. അങ്ങനെയെല്ലാമുള്ള ചിന്തയായിരുന്നു മുനാഫിഖുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും യുദ്ധ സന്ദർഭങ്ങളിലുമെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ ഉഹദ് യുദ്ധത്തിന്റെയും മറ്റു സന്ദർഭത്തിൽ അവർ പറഞ്ഞ വാക്കാണ് യബുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖ് ബന്നൽ ജാഹിലിയ. അവരെ പറ്റി അള്ളാഹു പറയാണ് യബുന്നൂന ബില്ലാഹ്, അവർ അള്ളാഹുവിനെ കുറിച്ച് ഒരു ചിന്ത വെക്കുന്നു, ഒരു ബന്ന് വെക്കുന്നു, ഒരു ഊഹം വെക്കുന്നു. ഗൈറൽ ഹഖ്, ഹഖല്ലാത്ത രീതിയിൽ, ശരിയല്ലാത്ത രീതിയിൽ, അള്ളാഹുവിന് യോജിക്കാത്ത രീതിയിൽ. ബന്നൽ ജാഹിലിയ, എങ്ങനത്തെ ചിന്തയാണത്? ജാഹിലിയ കാലഘട്ടത്തിലെ ജാഹിലുകളായിട്ടുള്ള ആളുകളുടെ ആ രീതിയിലുള്ള ഒരു ചിന്ത അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അവർ വെക്കാൻ. ഇപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് റഹ്മാൻ എന്നുള്ള ഒരു പേരിനെ അംഗീകരിക്കാൻ തന്നെ അന്ന് കാലത്ത് മുശ്രിക്കീങ്ങൾ തയ്യാറായിട്ടില്ല. നമ്മൾ കഴിഞ്ഞൊരു ബാബിൽ പറഞ്ഞിരുന്നു അവർ റഹ്മാൻ എന്നുള്ള നാമത്തെ നിഷേധിച്ചത്. കാരണം അള്ളാഹു അങ്ങേയറ്റം വിശാലമായ കാരുണ്യമുള്ള റബ്ബിനെ അവർക്ക് മനസ്സിലാക്കാൻ, ചിന്തിക്കാൻ സാധിച്ചിട്ടില്ല.
അങ്ങനെ പല രീതിയിൽ. അതുപോലെ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിനെയും മുസ്ലിമീങ്ങളെയും സഹായിക്കും എന്ന ചിന്ത അവർക്കുണ്ടായിരുന്നില്ല. സഹായിക്കില്ല, ഇതോടുകൂടി തോൽവിയായിരിക്കും, നഷ്ടമായിരിക്കും എന്ന ചിന്തയാണ് അവർക്കുണ്ടായിരുന്നത്. യഖൂലൂൻ, അവർ പറയുമായിരുന്നു, ഹൽ ലനാ മിനൽ അംരി മിൻ ഷൈ ഖുൽ ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്. നമുക്ക് എന്തെങ്കിലും തീരുമാനിക്കാനുള്ള അവകാശമുണ്ടോ? ഇല്ല. നബിയെ പറയുക, എല്ലാ അധികാരവും തീരുമാനാധികാരവും അള്ളാഹുവിന്റെ കയ്യിലാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ചിന്ത ഏത് സന്ദർഭത്തിലും, വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലാവട്ടെ, മുസ്ലിം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള കാര്യത്തിലാവട്ടെ, ഇസ്ലാമിന്റെ കാര്യത്തിലാവട്ടെ, അവന്റെ ദീനിന്റെ കാര്യത്തിലാവട്ടെ, ഏത് മേഖലയിലും അള്ളാഹു വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ അള്ളാഹു നടപ്പിലാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ആ രീതിയിൽ നല്ലൊരു ചിന്ത ഉണ്ടായിരിക്കണം. അതില്ലാതെ പോയ മുനാഫിഖീകളെ പറ്റിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിലക്ക് പറഞ്ഞിട്ടുള്ളത്. യുദ്ധത്തിൽ, ഉഹുദ് യുദ്ധത്തിൽ കുറച്ച് അപകടം പറ്റി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു, അവർ അള്ളാഹുവിനെ കുറിച്ച് ഇതിലോടുകൂടി നശിച്ചു പോകും എന്ന നിലക്ക് അവർ ചിന്തിച്ചു പോയിരുന്നു. അടുത്തൊരായത്ത് ഈ ഒരു ബാബിൽ കൊടുത്തിട്ടുള്ളത് വഖൗലിഹി അദ്ദാന്നീന ബില്ലാഹി വന്നസൗ അലൈഹിം ദാഇറത്തുസ് സൗ. സൂറത്തുൽ ഫത്ഹിലെ 6-ാമത്തെ ആയത്താണ്. ഇതും മുനാഫിഖീങ്ങളെ പറ്റിയെല്ലാം, മുനാഫിഖീങ്ങൾ അങ്ങനെയാണെങ്കിൽ കുഫാറുകളെ പറ്റി പറയണ്ട, അപ്പോൾ അവരെ പറ്റിയെല്ലാം പറയുകയാണ്. അദ്ദാന്നീന ബില്ലാഹി വന്നസൗ, അവർ അള്ളാഹുവിനെ പറ്റിയിട്ട്, മുനാഫിഖീങ്ങൾ അള്ളാഹുവിനെ പറ്റിയിട്ട് മോശപ്പെട്ട ചിന്തയാണ് വെച്ച് പുലർത്തുന്നത്. ഏറ്റവും മോശപ്പെട്ട ചിന്തയാണ് അള്ളാഹുവിനെ കുറിച്ച് വെച്ച് പുലർത്തുന്നത്. അലൈഹിം ദാഇറത്തുസ് സൗ, അവരെ എല്ലാവിധ ദോഷങ്ങളും ചുറ്റിപ്പൊതിഞ്ഞിരിക്കുന്നു എന്ന നിലക്ക് അള്ളാഹു തആല പറയാണ്. അപ്പൊ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വെക്കുക സാധിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ഈമാൻ പൂർത്തീകരിക്കുന്ന, തൗഹീദ് പൂർത്തീകരിക്കുന്ന ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയൊരു ഗുണമാണ്. അപ്പൊ നോക്കി നോക്കിയും അള്ളാഹു സുബ്ഹാനഹു വ തആല പല ചരിത്രങ്ങളും നമുക്ക് ഖുർആനിലൂടെ പറഞ്ഞു തരുമ്പോൾ, നബിമാരുടെ ചരിത്രം, സ്വാലിഹീങ്ങളുടെ ചരിത്രം, അതെടുത്തു നോക്കി അവസാനം വരെ അവർ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല ചിന്ത വെച്ച് പുലർത്തിയതായി കാണാം. നോക്കൂ, മൂസാ നബി അലൈഹിസ്സലാം മുൻപിൽ കടലും പിന്നിൽ ഫിർഔന് വന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ ഒപ്പമുള്ള ആളുകൾ അവർ പറഞ്ഞു, നമ്മളിത് അകപ്പെട്ടു, ഇനി നമുക്കൊരു വഴിയില്ല, ഇന്നാല മുദ്റക്കും, അവർ പിടികൂടും, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നശിച്ചു പോകും, ഇനി ഒരു വഴിയില്ല. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ എന്താ? കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, ഒരിക്കലുമില്ല, എന്റെ റബ്ബ് എന്റെ ഒപ്പം ഉണ്ട്, അവൻ വഴി കാണിക്കും. അള്ളാഹിനെ കുറിച്ചുള്ള നല്ല ചിന്തയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗുഹയിൽ വെച്ച്, സൗർ ഗുഹയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞ വാക്ക് എന്താണ്? ഇന്നല്ലാഹ മഅനാ, അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിലും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നോക്കൂ, അതുപോലെ തന്നെ മറിയം അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നോക്കൂ, അങ്ങനെ തുടങ്ങി അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നോക്കൂ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നോക്കൂ, മക്കൾ കാരണമുണ്ടായത്. അപ്പൊ എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഏറ്റവും നല്ല രീതിയിൽ കാത്തു സൂക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് ആ ചരിത്രത്തിലൂടെ പഠിക്കാൻ പറ്റും. എല്ലാ ചരിത്രത്തിലും അങ്ങനെ വാക്കുണ്ടാവും. ഫസബുറുൻ ജമീൽ എന്ന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറയുമ്പോൾ, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ വ്യഭിചാര ആരോപണം ഉണ്ടായ സംഭവം ഹദീസിൽ നോക്കി നോക്കൂ. ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിനെ കുറിച്ച് നല്ല വന്ന് വെച്ച് പുലർത്തിയത് നോക്കൂ. എല്ലാവരും ഒറ്റപ്പെടുത്തിയ സന്ദർഭത്തിലും ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ എന്താണ്? അല്ലാഹുൽ മുസ്തആൻ, അള്ളാഹുവിനോടാണ് സഹായം ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു ഹുസ്നുൽ ദന്ന് ഏത് നിമിഷത്തിലും ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കണം. അതില്ലാതെ പോവുക എന്നുള്ളത് മുനാഫിഖീങ്ങളുടെ അടയാളമാണ്. അതുപോലെ തന്നെ ഈമാനിലും തൗഹീദിലും ദുർബലത വരുന്ന ആളുകളുടെ അടയാളമാണ്. ഇനി ഈ 2 ആയത്തുകൾ കൊടുത്തുകൊണ്ട് ഇതിൽ 1-ാമത്തെ ആയത്തിനെ പറ്റി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സാദുൽ മആദ് എന്ന കിതാബിൽ കൊടുത്തിട്ടുള്ള ഒരു ഭാഗം, അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള വന്ന് എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റി പരാമർശിച്ചുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊടുക്കുന്നുണ്ട്. അത് വായിക്കാം. 1-ാമത്തെ ആയത്തിനെ പറ്റിയാണ് ആദ്യം പറയുന്നത്. ഖാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഫിൽ ആയത്തിൽ ഊല, 1-ാമത് പറഞ്ഞ ആയത്തുണ്ടല്ലോ സൂറത്തു ആലി ഇംറാനിലെ 154-ാമത്തെ ആയത്ത്, അതുമായി ബന്ധപ്പെട്ട് പറയാണ്, ഫുസ്സിറ ഹാദ ദന്നു ബിഅന്നഹു സുബ്ഹാനഹു ലാ യൻസുറു റസൂലഹു. ഈ ഒരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ മുനാഫിഖീങ്ങൾക്കുണ്ടായ മോശപ്പെട്ട അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവർ വിചാരിച്ചു, അവർ ചിന്തിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിനെ സഹായിക്കുകയില്ല. വ അന്ന അംറഹു സയദ്മഹില്ലു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം അല്ലെങ്കിൽ ദീനിന്റെ കാര്യം അങ്ങനെയാണ് തീർന്നു പോകും, അതിന് നിലനിൽപ്പുണ്ടാകില്ല എന്നവർ വിചാരിച്ചു.
വഅന്നമാ അസ്വാബഹും ലം യകുൻ ബിഖദ്രില്ലാഹി വഹിക്മതിഹി, അവർക്ക് ബാധിച്ച കാര്യം അഥവാ മുസ്ലിമീങ്ങൾക്ക് ഉഹദ് യുദ്ധത്തിൽ സംഭവിച്ചതുപോലെ അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇത് അള്ളാഹുവിന്റെ ഖദർ കൊണ്ടോ അല്ലെങ്കിൽ അതിന് പിന്നിൽ അള്ളാഹുവിന്റെ ഒരു ഹിക്മത്തുണ്ട് എന്നോ ഒന്നും അവർ എന്ത് ചെയ്തില്ല, അവര് വിശ്വസിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തില്ല. ആ രീതിയിൽ അവർ ചിന്ത വെച്ചു. ഫഫുസ്സിറ ബിഇൻകാരിൽ ഹിക്മതി, 3 കാര്യങ്ങളാണ് അവർ നിഷേധിച്ചത്. 3 കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് ഇങ്ങനെ ഒരു തോൽവി ഉണ്ടാക്കിയതിന്റെ പിന്നിൽ, ഇങ്ങനെ ഒരു മുസീബത്ത് ബാധിച്ചതിന്റെ പിന്നിൽ ഒരു ഹിക്മത്തുമില്ല എന്ന നിലയ്ക്ക് അള്ളാഹുവിന്റെ ഹിക്മത്തിനെ അവർ നിഷേധിച്ചു. വഇൻകാരിൽ ഖദർ, അള്ളാഹുവിന്റെ ഖദറിനെ, അള്ളാഹുവിന്റെ കയ്യിലാണ് തീരുമാനാധികാരം, അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് നടപ്പിലാകുന്നത് എന്നുള്ള അള്ളാഹുവിന്റെ ഖദറിനെ നിഷേധിച്ചു. വഇൻകാരി അയ്യുതിമ്മ അംറ റസൂലിഹി വഅൻ യുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഈ ദീന് അത് പൂർത്തീകരിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സഹായിക്കും എന്നതിനെയും അവർ നിഷേധിച്ചു. 3 കാര്യങ്ങളെ ഇൻകാർ ചെയ്തുകൊണ്ടാണ് അവർ അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം ചിന്ത വെച്ചത്. ഒന്ന്, അള്ളാഹു ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒരു ഹിക്മത്തില്ല എന്ന നിലക്ക്. 2, അള്ളാഹുവിന്റെ ഖദറോട് കൂടിയല്ല എന്ന നിലക്ക്. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ദീനിനെയും അള്ളാഹു സഹായിക്കില്ല എന്ന നിലക്ക്. وهذا هو الظن السوء الذي ظنه المنافقون والمشركون في سورة الفتح. ഇതന്നെയാണ് സൂറത്തുൽ ഫത്ഹിൽ അഥവാ 2ാമത്തെ ആയത്തിലും പരാമർശിച്ച അള്ളാഹുവിനെ കുറിച്ചുള്ള മോശപ്പെട്ട ചിന്ത മുനാഫിഖീങ്ങൾ വെച്ച് പുലർത്തിയത്. വഇന്നമാ കാന ഹാദ الظن السوء لأنه ظن غير ما يليق به سبحانه. ഇതെന്തുകൊണ്ടാണ് മോശപ്പെട്ട ഒരു വന്നായി മാറിയത്, ചിന്തയായി മാറിയത്? കാരണം ഈ ഒരു ചിന്ത ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് യോജിച്ചതല്ല. വമാ യലീഖു ബിഹിക്മതിഹി വഹംദിഹി വവഅദിഹി അസ്സാദിഖ്, അല്ലാഹുവിന്റെ ഹിക്മത്തിനോ അല്ലാഹുവിനെ സ്തുതിക്കപ്പെടേണ്ട നിലക്കോ അല്ലാഹുവിന്റെ വാഗ്ദാനം പൂർത്തീകരിക്കുമെന്ന നിലക്കോ ഒന്നുകൊണ്ടും യോജിച്ച ഒരു ചിന്തയല്ല ഇത്. കാരണം അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്, അവനവന്റെ റസൂലുകളെ സഹായിക്കുമെന്നും മുഅ്മിനീങ്ങളെ സഹായിക്കുമെന്നും ഈ ദീന് നിലകൊള്ളുമെന്നും വിജയിക്കുമെന്നും അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ്. ആ വാഗ്ദാനത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്തുതിക്കപ്പെടേണ്ട മഹത്തരമായിട്ടുള്ള അള്ളാഹുവിന്റെ ഹിക്മത്തിനെയും എല്ലാത്തിനെയും യോജിക്കാത്ത രീതിയിൽ അവർ ചിന്ത വെച്ച് പുലർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് പറയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തുടർന്ന് പറയുന്നു, ഫമൻ ظن أنه يديل الباطل على الحق إدالة مستقرة يضمحل معها الحق. ആരെങ്കിലും വിചാരിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖിന് മേൽ ബാത്തിലിന് ഒരു സ്വാധീനം, ഒരു നിലനിൽപ്പ് കൊടുക്കുകയും പൂർണ്ണമായിട്ടുള്ള നിലനിൽക്കുന്ന ഒരു വിജയം കൊടുക്കുകയും അങ്ങനെ ഈ ഹഖ് ആ ബാത്തിലിന് മുമ്പിൽ നശിച്ച് ഇല്ലാതായി പോവുകയും ചെയ്യും എന്നൊരാൾ വിചാരിക്കുകയാണെങ്കിൽ, ഔ അൻകറ അൻ യകൂന മാ ജറാ ബിഖദാഇഹി വഖദരിഹി, നീ അതല്ല അള്ളാഹുവിന്റെ ഖളാവ് കൊണ്ടും ഖദർ കൊണ്ടും സംഭവിക്കുന്ന ഒരു കാര്യത്തെ, ആ സംഭവിക്കുന്ന കാര്യത്തെ നിഷേധിക്കുകയാണെങ്കിൽ, ഔ അൻകറ അൻ യകൂന ഖദ്ദറഹു ലിഹിക്മത്തിൻ ബാലിഗത്തിൻ യസ്തഹിഖു അലൈഹൽ ഹംദ്, സ്തുതിക്കപ്പെടാൻ അർഹമായിട്ടുള്ള ഒരു ഹിക്മത്ത് ഇല്ലാതെയാണ് ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്ന നിലക്ക് ആ ഹിക്മത്ത് ഇല്ല എന്നൊരാൾ നിഷേധിക്കുകയാണെങ്കിൽ, ബൽ സഅമ അന്ന ദാലിക ലിമശീഅത്തിൻ മുജറദത്തിൻ, അതല്ലെങ്കിൽ അത് വെറുതെ ഒരു ഉദ്ദേശവും ഇല്ലാതെയുള്ളതാണ് എന്ന നിലക്ക് ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ, ذلك ظن الذين كفروا فويل للذين كفروا من النار. സൂറത്ത് സ്വാദിലെ 27ാമത്തെ ആയത്ത് കൊടുക്കുകയാണ്. അത് കുഫാറുകളുടെ ചിന്തയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കാര്യം അല്ലാഹുവിന്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, അല്ലാഹു ഖദീറുമാണ് ഹക്കീമുമാണ്. ഹിക്മത്തോടു കൂടി അല്ലാതെ ഒരു കാര്യം അല്ലാഹു ചെയ്യൂല. എന്തിനാണ് അസീസും ഹക്കീമും അല്ലാഹുവിന്റെ നാമങ്ങൾ ഒരുമിച്ച് ധാരാളം വന്നിട്ടുള്ളത്? അസീസ് എന്ന് പറഞ്ഞാൽ ഖുദ്റത്തിന്റെ ഉന്നതമായിട്ടൊരു അവസ്ഥയാണ് അസീസ് എന്ന് പറയുന്നത്. ഹക്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൽമിന്റെ ഉന്നതമായ അവസ്ഥയാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. ഈ 2 നാമങ്ങൾ ഒരുമിച്ച് വരാനുള്ള കാരണം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അസീസ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും കഴിവുള്ളവനാണ്, ആ രീതിയിൽ പ്രതാപമുള്ളവനാണ്. എല്ലാത്തിനും കഴിവുള്ള ഒരാൾക്ക് എന്തും ചെയ്യാം. പക്ഷെ അല്ലാഹു തആല അങ്ങനെയല്ല, ഹക്കീമുമാണ്. ഒരു കാര്യം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ഹിക്മത്ത് അല്ലാഹു ഉണ്ടാകും. അപ്പൊ ഇതിനൊക്കെ നിഷേധിച്ച് ഇത് അല്ലാഹു തീരുമാനിച്ച് നടപ്പിലാക്കിയ ഒരു കാര്യത്തിൽ യാതൊരു ഹിക്മത്തും ഇല്ല, ഇത് അല്ലാഹുവിന്റെ വിധിയല്ല, അല്ലാതെ ഇങ്ങനെ നടന്നതാണ് എന്ന് നിലക്ക് ഒരാൾ വിശ്വസിക്കുകയാണ് എങ്കിൽ അത് കുഫാറുകളുടെ ചിന്തയാണ്. എന്നിട്ട് പറയാണ്,
വഅക്സറുൻ നാസി യദുന്നൂന ബില്ലാഹി ദന്ന സൗ ഫീമാ യഖ്തസു ബിഹിം. അധിക ആളുകളും അധിക മനുഷ്യരും ജനങ്ങളും അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് മോശം ചിന്തിക്കലാണ്. ഇപ്പൊ നമ്മുടെ നാടുകളിൽ നമുക്ക് ചുറ്റുമെന്ന് നോക്കിയാൽ കാണാം, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങളുടെ മേലെ അള്ളാഹുവിനോട് കുറിച്ച് ഏറ്റവും മോശപ്പെട്ട ചിന്തയിൽ ജീവിക്കുന്ന ധാരാളം ആളുകളെ കാണാം, അവർക്ക് ബാധിക്കുന്ന വിഷയങ്ങളിൽ. വഫീമാ യഫ്അലുഹു ബിഗൈരിഹിം. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റാരുടെയെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ച് നടപ്പിലാക്കുകയാണ്, അത് കണ്ടിട്ടും പറയും അള്ളാഹുവിനെ പറ്റിയിട്ട് മോശപ്പെട്ട ചിന്ത വെച്ച് പുലർത്തുന്ന ആളുകളാണ് അധിക ആളുകളും. വലാ യസ്ലമു മിൻ ദാലിക ഇല്ലാ മൻ. ആരാണ് അതിന് രക്ഷപ്പെടുക? അങ്ങനെ ഒരു ചിന്തയിൽ രക്ഷപ്പെടുന്ന ആളുകൾ ആരാണ്? മൻ അറഫ അല്ലാഹ വ അസ്മാഅഹു വ സിഫാതിഹി. ആരാണോ അള്ളാഹുവിന്റെ നാമങ്ങളും അവന്റെ വിശേഷണങ്ങളും യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുന്നത്. വമൂജബ ഹിക്മതിഹി വഹംദിഹി വവഅദിഹി അസ്സാദിഖ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വാഗ്ദാനവും അള്ളാഹുവിന്റെ ഹിക്മത്തും അതിനെല്ലാം നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചും യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുന്ന ആളുകൾക്ക് മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വെച്ച് പുലർത്താൻ പറ്റുകയുള്ളൂ. അപ്പൊ ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല ചിന്ത വേണം. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഒരു കാര്യത്തെ അവസാനിപ്പിക്കുന്നത് നമ്മളോട് ഓരോരുത്തരോടുമുള്ള ഒരു നസീഹത്തോടു കൂടിയാണ്. ഫലിയഅ്തനിൽ ലബീബുൻ നാസിഹു ലിനഫ്സിഹി ബിഹാദാ. ബുദ്ധിയുള്ള ഓരോരുത്തരും അവന്റെ സ്വന്തത്തിൽ ഈ കാര്യം ഒന്ന് പരിശോധിക്കട്ടെ. വൽയതുബ് ഇലല്ലാഹി വയസ്തഗ്ഫിർഹു മിൻ ദന്നിഹി ബിറബ്ബിഹി വന്ന സൗ. ഏതെങ്കിലും തരത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മോശപ്പെട്ട ചിന്ത ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് അവൻ ഇസ്തിഗ്ഫാറും തൗബയും നടത്തട്ടെ. വലൗ ഫത്തശ്ത മൻ ഫത്തശ്ത. നീ ചുറ്റുമുള്ള ആളുകളൊക്കെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ലറഅയ്ത ഇൻദഹു തഅന്നുതൻ അൽ ഖദ്രി വമലാമതൻ ലഹു. നിനക്ക് കാണാൻ പറ്റും അള്ളാഹുവിന്റെ വിധിയിൽ നിരാശയും അതിനെ ആക്ഷേപിച്ചുകൊണ്ടും ചീത്ത പറഞ്ഞുകൊണ്ടും അതിനെ പറ്റി പരാതിപ്പെട്ടുകൊണ്ടുമുള്ള ആളുകളെ ധാരാളം നിനക്ക് കാണാൻ പറ്റും. വഅന്നഹു കാന യംബഗി അൻ യകൂന കദാ വകദാ. അവർ വിചാരിക്കുന്നത് ഇതെങ്ങനെ ആയാൽ മതിയായിരുന്നു, ഇങ്ങനെ ആയാൽ മതിയായിരുന്നു എന്ന നിലക്കാണ് അവർ വിചാരിക്കുന്നത്. ഫമുസ്തഖില്ലു വമുസ്തക്ബിറും. കുറച്ചാവട്ടെ കൂടുതലാവട്ടെ. വഫത്തിഷ് നഫ്സക ഹൽ അൻത സാലിമുൻ. നീ നിന്റെ ഉള്ളിൽ ശരിക്കൊന്ന് പരിശോധിക്കുക, ഈ ഒരു കുഴപ്പം നിനക്കില്ല, നീ അതിന് രക്ഷപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് മോശപ്പെട്ട ചിന്ത നിനക്കില്ല എന്ന് നിന്റെ സ്വന്തത്തിൽ നീ പരിശോധിക്കുക. എന്നൊരു ബൈത്ത് കവിത കൊടുക്കുകയാണ്, വരി കൊടുക്കുകയാണ്. ഫൈൻ തൻജു മിൻഹാ തൻജു മിൻ ദി അദീമത്തിൻ. അതിൽ നിന്ന് നീ രക്ഷപ്പെട്ടാൽ നീ വലിയൊരു കാര്യത്തിൽ നിന്നാണ് രക്ഷപ്പെടുന്നത്, ഗൗരവമുള്ള ഒരു കാര്യത്തിന് രക്ഷപ്പെടുന്നത്. വ ഇല്ല, അതല്ല എങ്കിൽ ഫൈന്നി ലാ ഇഖാലുക നാജിയ. ഞാൻ വിചാരിക്കുന്നില്ല നീ രക്ഷപ്പെടുമെന്ന്, നീ വിജയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് ഒരു കവിതയുടെ വരി കൊടുത്തുകൊണ്ട് ആ ഒരു വിശദീകരണം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. വളരെ ചിന്താർഹമായിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ ഒരിക്കലും മുനാഫിഖീങ്ങളുടെ ഈ ഒരു ഉദാഹരണം പറഞ്ഞ് ഒരു നിലക്കും ഏതൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നാലും അള്ളാഹുവിന്റെ ഖദർ കൊണ്ടാണ്. അതിനു പിന്നിൽ അള്ളാഹുവിന് ഹിക്മത്തുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും അവന്റെ വാഗ്ദാനം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അള്ളാഹു അവന്റെ വാഗ്ദാനം നടപ്പിലാക്കും. അപ്പൊ ഈ ഒരു ചിന്ത ഒരിക്കലും നമ്മൾ വിട്ടുപോകരുത്. കാരണങ്ങളോ സാഹചര്യങ്ങളോ എല്ലാം നമുക്കെതിരാണെങ്കിൽ പോലും അപ്പൊ അങ്ങനെ നല്ലൊരു ചിന്ത അള്ളാഹുവിനെ കുറിച്ച് വെക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ബാബിന്റെ ഉദ്ദേശം, കിതാബു തൗഹീദിലെ ഉദ്ദേശം, ഒന്ന് തൗഹീദ് സാക്ഷാത്കരിക്കണമെങ്കിൽ, ഈമാൻ പൂർത്തീകരിക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്തയുണ്ടായിരിക്കണം. അള്ളാഹുവിനെ കുറിച്ച് മോശം ചിന്ത ഉണ്ടാവുക എന്നുള്ളത് മുനാഫിഖീങ്ങളുടെ അടയാളമാണ്. അതുപോലെ തന്നെ ഈമാനും തൗഹീദും ദുർബലമായ ആളുകളുടെ അടയാളമാണ്. അതാണ് കിതാബു തൗഹീദിൽ ഈ ഒരു ബാബിന്റെ പ്രസക്തി. ഇനി ഇമാം സഅദി റഹിമഹുല്ലാഹ് ഈ ഒരു ബാബിന് കൊടുത്തിട്ടുള്ള ഷർഹ് വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് ഇമാം സഅദി റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ വാചകങ്ങൾ അതിന്റെ മത്നിൽ തന്നെ ആ കാര്യം വിശദമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു എന്നതുകൊണ്ട്. باب قول الله تعالى يظنون بالله غير الحق ظن الجاهلية وذلك أنه لا يتم للعبد أي إيمان ولا توحيد حتى يعتقد وذلك أنه لا يتم للعبد إيمان ولا توحيد. എന്താണ് ഈ ബാബ് കൊടുത്തിട്ടുള്ളത്? കാരണം ഒരടിമയുടെ ഈമാനും തൗഹീദും പൂർത്തിയാവുകയില്ല. حتى يعتقد جميع ما أخبر الله به من أسماء وصفاته. അവൻ ദൃഢമായി വിശ്വസിക്കാതെ എന്ത് അല്ലാഹു തആല അറിയിച്ചിട്ടുള്ള അവന്റെ എല്ലാ നാമങ്ങളിലും വിശേഷണങ്ങളിലും വകമാലിഹി അതുപോലെ തന്നെ അതിന്റെ പരിപൂർണതയിലും വതസ്ദീഖിഹി ബികുല്ലി മാ അഖ്ബറല്ലാഹു ബിഹി മിൻ അസ്മാഇഹി വസിഫാതിഹി വകമാലിഹി.
അതിനെ വിശ്വസിക്കലും അതിനെ സത്യപ്പെടുത്തലുമില്ലാതെ. വതസ്ദീഖിഹി ബികുല്ലി മാ അഖ്ബറ ബിഹി വഅന്നഹു യഫ്അലുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച കാര്യങ്ങളെ സത്യപ്പെടുത്തുക, അതുപോലെ തന്നെ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ അല്ലാഹു നടപ്പിലാക്കുമെന്നുള്ളത്. വമാ വഅദ ബിഹി മിൻ നസ്റുദ്ദീൻ, അല്ലാഹു അവന്റെ ദീനെ സഹായിക്കുമെന്നുള്ളത്. ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നതിനെ സത്യപ്പെടുത്താതെ ഒരാളുടെ ഈമാൻ തൗഹീദ് പൂർണ്ണമാവുകയില്ല. വൈഹ്ഖാഖിൽ ഹഖ്, അതുപോലെ തന്നെ ഹഖിനെ അല്ലാഹു തആല നിലനിർത്തും, അതിനെ പൂർത്തീകരിക്കും. വൈബ്താലിൽ ബാത്തിൽ, ബാത്തിലിനെ അല്ലാഹു തആല ഇല്ലാതാക്കും, നശിപ്പിക്കും. എത്ര ആഴത്തിലുണ്ടെങ്കിലും, അവർ എണ്ണത്തിൽ കൂടുതലാണെങ്കിലും അല്ലെങ്കിൽ എത്ര വലുതാണെങ്കിലും അതിനെ അല്ലാഹു നശിപ്പിക്കുക തന്നെ ചെയ്യും. ഫഇഅ്തിഖാദു ഹാദാ മിനൽ ഈമാൻ, ഈ വിശ്വാസം ഈമാനിൽപ്പെട്ടതാണ്. വതുമഅനീനത്തിൽ മിനൽ ഈമാൻ വതുമഅനീനത്തിൽ ഖൽബി ബിദാലിക മിനൽ ഈമാൻ, അതുകൊണ്ട് തന്നെ അതിലൂടെ ലഭിക്കുന്ന ഖൽബിന്റെ സമാധാനം അതെല്ലാം ഈമാനിൽപ്പെട്ടതാണ്. വകുല്ലു വന്നിൻ യുനാഫി ദാലിക ഫഇന്നഹു മിൻ ദുനൂനിൽ ജാഹിലിയ്യ അൽ മുനാഫിയ ലിത്തൗഹീദ്, ഇതിനെതിരായിട്ടുള്ള അള്ളാഹു അറിയിച്ച കാര്യങ്ങളെ വിശ്വസിക്കാതിരിക്കുക, സത്യപ്പെടുത്താതിരിക്കുക, അതിൽ സംശയമുണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജാഹിലിയത്തിന്റെ ചിന്തയിൽപ്പെട്ടതാണ്. അത് തൗഹീദിനെ ഇല്ലാതാക്കുന്നതാണ്. ലിഅന്നഹാ സൂഉദ് ദന്നി ബില്ലാഹ്, അത് അള്ളാഹുവിനെ കുറിച്ചുള്ള മോശപ്പെട്ട ചിന്തയാണ്. വനഫ്യു ലികമാലിഹി വതക്ദീബി ലിഖബരിഹി, അത് അള്ളാഹുവിന്റെ പരിപൂർണതയെ, അഥവാ ഒരു കാര്യം ചെയ്യുന്നതിൽ അള്ളാഹുവിന് ഹിക്മത്തുണ്ട്, കൃത്യമായ ഉദ്ദേശമുണ്ട് എന്നതിനെല്ലാം നിഷേധിക്കുന്നതും അള്ളാഹു അറിയിച്ച കാര്യങ്ങളെ കളവാക്കുന്നതുമാണ്. വശക്ക് ഫീ വഅദിഹി, അള്ളാഹുവിന്റെ വാഗ്ദാനത്തിലുള്ള സംശയവുമാണ്. വല്ലാഹു അലം, അള്ളാഹുവിനറിയാം എന്ന നിലക്ക് ഇമാം സഅദി റഹിമഹുല്ലാ അവസാനിപ്പിക്കുകയാണ്. അതായത് ഒരു തരത്തിലും അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം ചിന്ത ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. പല ചരിത്രങ്ങൾ നോക്കി നമുക്ക് കാണാൻ പറ്റും. അതായത് സഹാബികളുടെ ഖുർആനിലെ ചരിത്രങ്ങളാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാവട്ടെ, സഹാബികളുടെ ചരിത്രങ്ങൾ, താബിഈങ്ങളുടെ ചരിത്രങ്ങൾ, തബു താബിഈങ്ങളുടെ, സലഫുസ് സാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ, അതിലെല്ലാം അവർ അള്ളാഹുവിനെ കുറിച്ച് വെച്ച് പുലർത്തിയ ആ വന്നിന്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഒരു ചെറിയ സംഭവം ചെറുതായിട്ട് ഓർമ്മിപ്പിക്കുക. അബൂ ഖിലാബ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ രണ്ട് കൈയും കാലും എന്തില്ല പിന്നെ തളർന്നു പോയ അവസ്ഥയിൽ, കണ്ണിന് കാഴ്ച കുറഞ്ഞ്, കണ്ണ് കാഴ്ച തീരെയില്ല, ചെവി വളരെ കുറച്ച് മാത്രം കേൾക്കുന്ന അങ്ങനെയുള്ള അവസ്ഥയിൽ പോലും ഒറ്റയ്ക്കൊരു മരുഭൂമിയുടെ അടുത്ത് ഒരു കുടിൽ താമസിക്കുമ്പോഴും ദിക്റിലായിക്കൊണ്ട് ഇരിക്കുകയാണ്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്. അൽഹംദുലില്ലാഹില്ലദീ ഖുർആനിലായിട്ട്, അതായത് റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ, എൻ്റെ മേലെ നീ ചൊരിഞ്ഞ നിഅമത്തുകൾക്ക് എനിക്ക് നന്ദി കാണിക്കാനുള്ള തൗഫീഖ് നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട വേറൊരാൾ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ഒരു അവസ്ഥയിൽ കടന്നിട്ടും എങ്ങനെയാണ് ഈ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കണം എന്ന് പറയുന്നത്? പറഞ്ഞു, ആകാശം എൻ്റെ മേലെ വന്ന് വീണാലും, അല്ലെങ്കിൽ ആ നിലക്ക് പല കാര്യങ്ങൾ പറഞ്ഞു, തീ എന്നെ ആളി കത്തിച്ചാലും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് അള്ളാഹു നാവ് തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത് വളരെ ഹൃദയസ്പർശമായിട്ടുള്ള ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്നിട്ട് അവിടുന്ന് സ്വന്തം മകനെ ചെന്നായ്ക്കളും മറ്റും കടിച്ചു നിന്നിട്ട് ആകണ്ടായിരുന്ന മകനെ ഇങ്ങനെ മരിച്ചുപോയി എന്നറിഞ്ഞിട്ട് അതിനും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ശിഷ്യനായിരുന്നു, താബിഈ ആയിരുന്നു. അപ്പൊ ഇതുപോലെയുള്ള പല ചരിത്രങ്ങൾ, ഇതൊരു ഉദാഹരണം ഓർമ്മയിൽ വന്നത് പറഞ്ഞതെന്ന് മാത്രം, ഇതുപോലെ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതായത് അള്ളാഹുവിനെ കുറിച്ച് മോശപ്പെട്ട ചിന്ത വരേണ്ടി വരുന്ന അല്ലെങ്കിൽ വന്നു പോകുന്ന ഒരു സാധ്യതയിൽ എത്തിയിട്ട് പോലും ഏറ്റവും നല്ല ചിന്തയിൽ ജീവിച്ച ധാരാളം ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അത് തൗഹീദിന്റെ പൂർത്തീകരണമാണ്, ഈമാനിന്റെ പൂർത്തീകരണമാണ്, അള്ളാഹുവിനെ കുറിച്ച് നല്ല വന്നു വെക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ മുറുകെ പിടിക്കണം. കാരണം കിതാബു തൗഹീദ് പോലുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? തൗഹീദ് പൂർത്തീകരിക്കാനാണ്. അപ്പം അതിന്റെ ഭാഗമാണ് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നല്ല ചിന്ത ഉണ്ടാവുക എന്നത്. അടുത്ത ബാബു മാ ജാഅ ഫീ മുൻകിരി അൽ ഖദർ, ഖദറിനെ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഖദറിനെ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ബാബിൽ പറഞ്ഞിട്ടുള്ളത്. അതിനു മുമ്പ് എന്താണ് ഖദർ എന്നുള്ളത് ചുരുങ്ങിയ രീതിയിൽ പറയാം. അതുമാത്രമായി വിശദീകരിച്ച പല ദർസുകളും അഖീദയുടെ ദർസുകളിലും അതല്ലാതെ ആ വിഷയം മാത്രമുള്ള ദർസുകളും ധാരാളം ലഭ്യമാണ്. അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ അത് ഏതെങ്കിലും കേൾക്കുക.
ഖദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമ് ഏതൊരു കാര്യത്തെയും മുൻകടന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്നതിനനുസരിച്ചിട്ടാണ് ആ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അത് അള്ളാഹ് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയുമാണ്. ഇതാണ് ഖദർ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ, ഏറ്റവും ചുരുക്കത്തിൽ പറയാൻ പറ്റുന്നതാണ്. അതായത് ഈ ലോകത്ത് നടക്കുന്ന ഏതൊരു കാര്യത്തിനെയും കുറിച്ചുള്ള അറിവ് അള്ളാഹുവിനെ മുൻകടന്നിട്ടുണ്ട്. അതായത് അള്ളാഹുവിന്റെ അറിവ് എപ്പോഴും അള്ളാഹുവിന് നിലനിൽക്കുന്ന, അതിന് തുടക്കമില്ല അവസാനമില്ല. അള്ളാഹുവിന് പുതുതായിട്ടൊരു കാര്യം അറിയേണ്ട ആവശ്യമില്ല. അള്ളാഹു ആദ്യം ഒന്നും അറിയാത്ത അവസ്ഥയിൽ നിന്ന് എല്ലാം പഠിച്ചുണ്ടാക്കിയതുമല്ല. അള്ളാഹുവിന്റെ ഇൽമ് എപ്പോഴും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് പുറത്തേക്ക് ഈ ലോകത്തൊരു കാര്യം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ എന്താ അർത്ഥം ഉണ്ടാവുക? അതായത് സൃഷ്ടികളെ കുറിച്ച് അറിവില്ലാത്തൊരു ഇലാഹ് ഉണ്ടാവില്ല. അത് അള്ളാഹുവിന്റെ പരിപൂർണതയാണ്, അള്ളാഹുവിന്റെ പരിപൂർണമായ ഇൽമ് എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിന്റെ ഇൽമ് മുൻകടന്നിട്ടുണ്ട്. ആ ഇൽമ് ഈ അന്ത്യനാൾ വരെ സംഭവിക്കുന്ന കാര്യങ്ങൾ, മനുഷ്യർ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് വേർതിരിയുന്നത് വരെയുള്ള എല്ലാം അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കണം. ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ സംഭവിക്കുന്നത് അത് അള്ളാഹുവിന്റെ സൃഷ്ടിയുമാണ്. ഇതാണ് ചുരുക്കത്തിൽ ഖദർ എന്ന് പറഞ്ഞാൽ. ഈ ഒരു വിശ്വാസം വിശ്വസിക്കുക എന്നുള്ളത് ഒരാൾ മുഅ്മിനാവണമെങ്കിൽ, യഥാർത്ഥ മുസ്ലിം ആവണമെങ്കിൽ ഈ വിശ്വാസം ഉണ്ടായിരിക്കണം. ഇതില്ലാതെ അവന്റെ ഈമാൻ ശരിയാവില്ല. കാരണം ഉസൂലുൽ ഈമാനിൽ പെട്ട കാര്യമാണ് എന്ത്? ഖദറിലുള്ള വിശ്വാസം എന്നുള്ളത്. ഇത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ, അതിന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ. ഇനി നമുക്ക് ആഴത്തിൽ ആലോചിച്ചിട്ട് എങ്ങോട്ട് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ തസ്ലീം അല്ലാതെ വേറെ മാർഗമില്ല. അതിൽ വിശ്വസിക്കുക, ആമൻതു ബില്ലാഹ് വ റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിനെ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയല്ലാതെ വേറൊരു മാർഗവുമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഈ ഖദറുമായി ബന്ധപ്പെട്ട വിശ്വാസം നിവാമുത്ത് തൗഹീദ് എന്ന് പറഞ്ഞത് കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബികളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അസറാണ്. ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ നിവാമുത്ത് തൗഹീദാണ്, തൗഹീദിന്റെ സംഹിതയാണ്. അഥവാ തൗഹീദിനെ ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ പരിപൂർണമാക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ ഖദറിലുള്ള വിശ്വാസം ശരിയാവുക എന്നുള്ളത്. അതിന് തൗഫീഖ് ലഭിച്ച ആളുകൾ തൗഹീദിന്റെ ഏറ്റവും ഉന്നതമായ മാധുര്യം അവൻ ആസ്വദിക്കും. അത് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിച്ച ആളുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബാബില്ലാതെ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പരാമർശിക്കാതെ ഒരിക്കലും കിതാബ് തൗഹീദ് എന്താവില്ല, പരിപൂർണമാകില്ല. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ് എന്നറിയിക്കുന്ന ചില അസറുകളാണ് ഈ ഒരു ബാബിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്നാമത് കൊടുത്തിട്ടുള്ളത് വഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ ഒരു റിവായത്താണ്. ഇത് അറിയപ്പെട്ട റിവായത്താണ്. അത് പറയുന്ന ഇതിലുള്ള ഭാഗം വായിക്കുന്നതിന് മുമ്പ് ഈ ഭാഗം ഹദീസ് ജിബ്രീലിന്റെ ഭാഗമാണ്. ഹദീസ് ജിബ്രീൽ നമ്മളെല്ലാം കേട്ട് പഠിച്ചിട്ടുള്ള, ധാരാളം കേട്ടിട്ടുള്ള ദീനിന്റെ 3 മർത്തബകളെ, ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ്, ഇഹ്സാൻ എന്താണെന്ന് പഠിപ്പിക്കുന്ന മഹത്തരമായിട്ടുള്ള ഹദീസാണ്. ആ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ റിവായത്ത് അത് ഉദ്ധരിക്കാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉപ്പയായിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. ആ ഉദ്ധരിക്കാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ കാലത്ത് കുട്ടിയാണ്, പിന്നെ ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്. അപ്പോ ആ സഹാബികളുടെ അവസാന കാലഘട്ടത്തിൽ തന്നെ അന്ന് ബസറയിൽ മഅബദ് അൽ ജുഹനി എന്ന വ്യക്തി ഒരു വാദവുമായി വന്നിട്ടുണ്ടായിരുന്നു. വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖദർ എന്ന് പറഞ്ഞ ഒന്നുമില്ല, അള്ളാഹു ഈ കാര്യങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടൊന്നുമില്ല എന്ന നിലക്ക്. അതിന്റെ ഖദറിയാക്കളുടെ ഉന്നതമായൊരവസ്ഥ, അല്ലെങ്കിൽ കുഫറിന്റെ വാക്ക് പറഞ്ഞാൽ ഒരു കാര്യം ഭൂമിയിൽ ഉണ്ടായതിനു ശേഷം മാത്രമേ അള്ളാഹു അറിയുകയുള്ളൂ എന്നുവരെ വിശ്വസിക്കുന്ന ഏറ്റവും വെളിയിലായ ആളുകളൊക്കെ ഉണ്ട്, പല മർത്തബകളുണ്ട്. പോട്ടെ, അങ്ങനെ ഒരു വാദം ഖദർ ഇല്ല എന്നുള്ളൊരു വാദവുമായിട്ട് വന്നു. അതിൽ കുറെ ആളുകൾ ഒപ്പം കൂടി. അങ്ങനെ ഇരിക്കുമ്പോൾ 2 ആളുകൾ, ഒന്ന് യഹ്യ ഇബ്നു യഅ്മുർ, അതുപോലെ ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ, 2 താബീഈങ്ങളാണ്. ഇവർ 2 പേരും ബസറയിൽ ഉള്ള ആളുകളാണ്. അവർ പരസ്പരം ഈ ഹദീസ് ഉദ്ധരിക്കുന്ന താബിഈ യഹ്യ ഇബ്നു യഅ്മുർ എന്ന റഹിമഹുല്ലാ താബിഈയാണ്. അദ്ദേഹം ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാനോട് പറഞ്ഞു, നമുക്ക് ഈ കാര്യം നമുക്ക് എങ്ങോട്ട് പോവാം, ഹജ്ജിനോ ഉംറക്കോ ഒക്കെ പോകുമ്പോൾ എങ്ങോട്ട് പോകാം, മക്കയിലേക്ക് പോവാം. അവിടെ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളായിരുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യം പറയാം, എന്നിട്ട് എന്താണ് ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത്, എന്താണ് ഇതിൽ ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് അവരോട് ചോദിക്കാം എന്നുള്ളവർ ചർച്ച ചെയ്തു.
അങ്ങനെ ഹജ്ജിനോ ഉംറക്കോ രണ്ട് രീതിയിൽ കാണാം. എന്തായാലും ഈ ഒരു ഉദ്ദേശവും ഇബാദത്തിന്റെ ഉദ്ദേശവും ഈ ഒരു ഉദ്ദേശവും ആരെങ്കിലും സഹാബികളെ കണ്ട ഈ കാര്യം ചോദിക്കണം എന്ന നിലക്കും കൂടി അവരങ്ങോട്ട് പോയി. ഇത് പണ്ഡിതന്മാർ പ്രത്യേകം ഉപദേശിക്കാറുള്ള ഒരു കാര്യമാണ്. ദീനിന്റെ മസായിലുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലോ സംശയം വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങോട്ട് മടക്കണം? ഉലമാക്കളിലേക്ക് മടക്കണം. ഉലമാക്കളോട് ചോദിക്കണം എന്താണ് അവിടെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് എടുക്കേണ്ട നിലപാട് ആ നിലക്കുള്ളത്. അതിനൊരു ഉദാഹരണമായിട്ടും പറയാറുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും മക്കയിലേക്ക് പോയി. മക്കയിലെത്തിയപ്പോൾ അവർ അവിടെ ആരെ കണ്ടു? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അത് വളരെ സന്തോഷമായി. അവർ രണ്ടുപേരും ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ചില റിവായത്തുകൾ തവാഫ് ചെയ്യുമ്പോൾ എന്നും കാണാം, പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നിന്നു. എന്നിട്ട് യഹ്യ ഇബ്നു ഉമർ അദ്ദേഹം ചോദിച്ചു, ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ കുറച്ച് ആളുകൾ വന്നിറങ്ങിയിട്ടുണ്ട്, എന്ത് ഖദറില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന കുറച്ച് ആളുകൾ വന്നിട്ടുണ്ട്, എന്താണ് ആ വിഷയത്തിൽ, എന്താണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നുള്ള നിലക്ക് ചോദിച്ചു. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം തന്നെ പറഞ്ഞു, അവരെ കണ്ടാൽ പറയണം ഞാനും അവരും തമ്മിലൊരു ബന്ധമില്ല, അവരിൽ നിന്ന് ഒഴിവാണ്. അഥവാ സ്വഹാബികൾക്ക് അറിയാത്ത ഒരു കാര്യമാണത്. സഹാബികൾ ഒരു വിശ്വാസത്തിൽ നിന്ന് ഒഴിവാകണ് അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ ഒഴിവാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ദീനാണത് എന്നൊക്കെ ഒഴിവാണെന്ന് പറയണം. അതിന്റെ ബാക്കിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലദീ നഫ്സു ഇബ്നു ഉമർ ബിയദിഹി, ആരുടെ കയ്യിലാണോ ഇബ്നു ഉമറിന്റെ ആത്മാവുള്ളത് അല്ലാഹു ആണ് സത്യം, ലൗ കാന ലിയഹദിഹിം മിസ്ലു ഉഹദിൻ ദഹബൻ, ആ കൂട്ടത്തിലുള്ള അഥവാ ഖദറിനെ നിഷേധിക്കുന്ന ആരുടെയെങ്കിലും കയ്യിൽ ഉഹദ് മലയോളം സ്വർണ്ണമുണ്ടെന്ന് വിചാരിക്കുക, ثم أنفقه في سبيل الله, എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അതെല്ലാം ചെലവഴിച്ചു എന്ന് വിചാരിക്കുക, മാ ഖബിലഹു അല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദർ, അവരിൽ നിന്ന് അള്ളാഹു അത് സ്വീകരിക്കൂല അവർ ഖദറിൽ വിശ്വസിക്കുന്നത് വരെ. അഥവാ ഈമാൻ ശരിയാകാതെ അമല് എത്ര വലുതായാലും എന്തില്ല, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. അതാണ് തൗഹീദിന്റെ ഫضل എന്ന് പറയുന്നത്. അതായത് മറ്റുള്ള ശിർക്കിന്റെ ആളുകൾ എത്ര കർമ്മങ്ങൾ ചെയ്യുന്നു വിചാരിച്ചോ, ഒരു ശിർക്ക് ചെയ്യുന്ന ഒരാൾ ബിദഅത്തൊന്നും ചെയ്യുന്നില്ല, നല്ല സുന്നത്തനുസരിച്ചുള്ള കർമ്മങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ വിചാരിക്കുക, അയാൾ ശിർക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ അതിന് വിലയില്ല. ഈമാൻ അടിസ്ഥാനമാണ്, അമലുകൾ അതിന്റെ ഫർആണ്. ആ ഈമാനെ നിലനിർത്താനാണ് എന്ത് അമലുകൾ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞു അവരെ ഈമാൻ പഴിച്ചു പോവാണ്. അവരുടെ ഒരു ഇത്ര സ്വർണം അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയാലും അള്ളാഹു അവരിൽ നിന്ന് സ്വീകരിക്കില്ല ഇതിൽ വിശ്വസിക്കുന്നവരെ. എന്നിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഹദീസ് ജിബ്രീൽ ഉദ്ധരിച്ച് ആ സമയത്താണ് ഇവർക്ക് കൊടുക്കുന്നത്. അതിൽപ്പെട്ട ഭാഗമാണ് സുമ്മസ്തദല്ല ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഈ ഭാഗം തെളിവായി എടുത്തു, അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിർ വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഈ സമയത്ത് ഹദീസ് ജിബ്രീൽ ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഈ ബാബുമായി ബന്ധപ്പെട്ട ഭാഗം മാത്രം ജിബ്രീൽ അലൈഹിസ്സലാം എന്താണ് ഈമാൻ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അൽ ഈമാനു, ഈമാൻ എന്നാൽ അൻ തുഅ്മിന ബില്ലാഹ്, നീ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്, വ മലായികതിഹി, അവന്റെ മലക്കുകളിൽ, വ കുതുബിഹി, അവന്റെ കിതാബുകളിൽ, വ റസൂലിഹി, അവന്റെ റസൂലുകളിൽ, വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിൽ, വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി, ഖദറിൽ വിശ്വസിക്കലാണ്. അത് ഖൈറാവട്ടെ ഷർറാവട്ടെ അത് അള്ളാഹുവിന്റെ ഖദറിൽപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കലാണ് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത് തെളിവ് ഉദ്ധരിച്ചുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അങ്ങനെ ആണ് ആ കാര്യം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഖദറിനെ നിഷേധിക്കുക എന്നുള്ളത് സഹാബികളുടെ അവസാന കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ബിദ്അത്താണ്. അപ്പോൾ സഹാബികളുടെ കാലത്ത് തന്നെ ഉണ്ടായിട്ടുള്ള വിധേയകക്ഷികളിൽ പെട്ടവരാണ് ആരൊക്കെ? പിന്നെ ഖവാരിജികൾ, അവർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നെ ഖദരിയാക്കൾ അവരുണ്ടായിട്ടുണ്ട്. വേറെയും ചില പഴച്ച വിശ്വാസങ്ങളെല്ലാം ഓരോ ഭാഗത്തു നിന്നായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരന്ന് സഹാബികളിലേക്ക് മടങ്ങിയിരുന്നു. ഇന്ന് നമുക്കുള്ള മാർഗം എന്താണ്? ആ സഹാബികളുടെ വിശ്വാസം എന്താണോ, അവരുടെ മാർഗം എന്താണോ അതിലേക്ക് മടങ്ങലാണ് ഏതൊരു പുതിയ വിശ്വാസമാവട്ടെ കർമ്മമാവട്ടെ നമ്മുടെ ദീനിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എടുക്കേണ്ട നിലപാട്. അടുത്തൊരു അസർ കൂടി വായിക്കാം. വൻ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു, സഹാബിയായിരുന്ന ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു, അന്നഹു ഖാല ലിബ്നിഹി, അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള അൽ വലീദ് ഇബ്നു ഉബാദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് തന്നെ ജനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ ചെറിയ കുട്ടിയായിരുന്നു.
മകനായിട്ടുള്ള വലീദ് ഇബ്നു ഉബാദയോട് പറയാണ്, മരണസമയത്ത് മകന് കൊടുത്ത വസിയത്താണ്. യാ ബുനയ്യ, എൻ്റെ മോനെ, ഇന്നക ലൻ തജിദ തുഅമൽ ഈമാൻ, നിനക്ക് ഈമാനിന്റെ രുചി ആസ്വാദനം നിനക്ക് ലഭിക്കുകയില്ല. ഹത്താ തഅലമ അന്നമാ അസ്വാബക ലം യകുൻ ലിയുഖ്തിഅക, നീ മനസ്സിലാക്കുന്നവരെ നിനക്ക് ബാധിച്ചൊരു കാര്യം നിന്നെ വിട്ടു പോകാനുള്ള ഒന്നായിരുന്നില്ല, അത് നിനക്ക് ബാധിക്കാനുള്ളത് തന്നെയായിരുന്നു എന്ന് നീ മനസ്സിലാക്കാതെ. വമാ അഖ്തഅക ലം യകുൻ ലിയുസീബക, നിനക്ക് ബാധിക്കാതെ തെറ്റിപ്പോയിട്ടുള്ള ഒരു കാര്യം അത് നിനക്ക് ബാധിക്കാനുള്ളതുമല്ല. അഥവാ ഒന്നുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ, നിനക്ക് കിട്ടിയൊരു കാര്യം അത് നിനക്ക് കിട്ടേണ്ടത് തന്നെയാണ്, നിനക്ക് കിട്ടാത്തൊരു കാര്യം നിനക്ക് കിട്ടാനുള്ളതുമല്ല. അത് നീ മനസ്സിലാക്കാതെ, അത് നീ അംഗീകരിക്കാതെ, അത് മനസ്സിലാക്കാതെ, അത് തൃപ്തിപ്പെടാതെ നിനക്ക് എന്ത് പറ്റൂല? ഈമാന്റെ ആസ്വാദനം നിനക്ക് ലഭിക്കില്ല. എന്നിട്ട് പറഞ്ഞു, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന അവ്വല മാ ഖലഖല്ലാഹു അൽ ഖലം, അല്ലാഹു തആല ആദ്യം സൃഷ്ടിച്ച പേനയാണ്. ഫഖാല, വേറെ ചില റിവായത്തുകളുടെ അടിസ്ഥാനത്തിൽ പേനയെ സൃഷ്ടിച്ചപ്പോൾ ആദ്യം പേനയോട് കൽപ്പിച്ചതും എന്നും കാണാം. ഫഖാല ലഹു ഉക്തുബ്, പേനയോട് പറഞ്ഞു എഴുതുക എന്ന് എഴുതാൻ പറഞ്ഞു. ഫഖാല റബ്ബി വമാദാ അക്തുബ്, അപ്പോൾ പേന ചോദിച്ചു, റബ്ബേ ഞാൻ എന്താണ് എഴുതേണ്ടത്? ഖാല ഉക്തുബ് മഖാദീറ കുല്ലി ഷൈഇൻ ഹത്താ തഖൂമ അസ്സാഅ, അന്ത്യനാൾ സംഭവിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ നരകാവകാശം സ്വർഗാവകാശമായി തിരിയുന്ന അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്താൻ പറഞ്ഞു. ഈ സൃഷ്ടികളുടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്താൻ പറഞ്ഞു. യാ ബുനയ്യ, എന്നിട്ട് വീണ്ടും ഉബാദത്തുബ്നു സ്വാമിത്ത് പറയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ മാത അലാ ഗൈരി ഹാദാ ഫലൈസ മിന്നി, ഇതല്ലാത്തൊരു വിശ്വാസത്തിലായിക്കൊണ്ടാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വഫി റിവായത്തിൻ ലി അഹ്മദ്, അഹ്മദിന്റെ റിവായത്തിൽ കാണാം, ഇന്ന അവ്വല മാ ഖലഖല്ലാഹു അൽ ഖലം ഫഖാല ലഹു ഉക്തുബ് ഫജറാ ഫീ തിൽക അസ്സാഅ ബിമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, അഥവാ അന്ത്യനാൾ വരെ സംഭവിക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഫി റിവായത്തിൽ ഇബ്നു വഹബിൻ ഖാല, ഇബ്നു വഹബിന്റെ അഥവാ അബ്ദുല്ലാഹ് ഇബ്നു വഹബ് ഇബ്നു മുസ്ലിം അൽ മിസ്രി താബിഈയായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ റിവായത്തിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമൻ ലം യുഅ്മിൻ ബിൽ ഖദരി ഖൈരിഹി വശർരിഹി അഹ്റഖഹു അല്ലാഹു ബിന്നാർ, ആരാണോ ഈ ഖദറിൽ വിശ്വസിച്ചിട്ടുള്ളത് അവനെ നരകത്തിൽ അല്ലാഹു തആല കത്തിക്കുന്നതാണ് എന്ന റിവായത്തും കാണാം. എന്നാലും ഇതിന്റെ ആശയം പ്രധാനപ്പെട്ട എന്താണ്? ഖദറുള്ള വിശ്വാസം കൃത്യമായിരിക്കണം. നമുക്ക് സംഭവിച്ച കാര്യം നമുക്ക് സംഭവിക്കാനുള്ളതാണ്, അത് വേറെ എങ്ങോട്ടും പോവില്ല. നമുക്ക് സംഭവിക്കാത്ത ലഭിക്കാത്തൊരു കാര്യം അത് നമുക്ക് കിട്ടാനുള്ളതുമല്ല. അത് മനസ്സിലാകുന്നത് വരെ, അത് കൃത്യമായ രീതിയിൽ ഉൾക്കൊള്ളുന്നത് വരെ ഒരാൾക്ക് ഈമാനിന്റെ മാധുര്യം ലഭിക്കുകയില്ല. മാത്രമല്ല, ആ ഖദറിലെ വിശ്വാസം അവൻ ശരിയായിട്ടില്ല എങ്കിൽ, അത് പിഴക്കുകയോ തെറ്റിക്കുകയോ നിഷേധിക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഗൗരവമേറിയ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതും ഈ ഒരു അസറിൽ കാണാം. അതുപോലെ തന്നെ പേനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അഥവാ അന്ത്യനാൾ വരെ സംഭവിക്കുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടതാണ് എന്നുള്ളതിലും ഈ ഹദീസ് ഒരു തെളിവാണ്. ഇൻഷാ അല്ലാഹ് ഒരു അസർ കൂടിയുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ദിവസത്തിൽ നമുക്ക് വായിക്കാം. ഇതിന്റെ ശർഹും. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.